General Aggression Model by Anderson and Busherman in 2002. Your General Aggression Model prepared by Anderson Busherman in 2002. welcome. എന്താണ് അഗ്രഷൻ ഒക്കെ എങ്ങനെയാണ് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നത് നോക്കാം. ഓക്കെ, ഓരോരുത്തർക്കും ഉള്ളിൽ എങ്ങനെ ആ ഒരു ദേഷ്യം കയറുന്നത്, ഓക്കെ, ആ ഒരു കയറുന്നത് പേഴ്സണലായിട്ട് ഫാക്ടേഴ്സിലൂടെ ആവാം, അല്ലെങ്കിൽ സിറ്റുവേഷൻ ഫാക്ടേഴ്സിലൂടെ ആവാം. ഈ ഒരു ദേഷ്യം നമ്മുടെ ഉള്ളിൽ ആ ഒരു റിയാക്ഷൻ ഒക്കെ മറ്റുള്ളവരെ ഹാം ചെയ്യാനുള്ള ഒരു ഫീലിങ് എങ്ങനെയാണ് വരുന്നത്, അത് പേഴ്സണലാണ്. എങ്ങനെ ഒരാൾ എങ്ങനെ മാനസികപരമായിട്ട് ചില ആൾക്കാർ ഭയങ്കര ഹോട്ട് ടെമ്പേർഡ് ആവാം, ഭയങ്കര റെസ്പോണ്ട് ആവാം, ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാരാവാം. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ എന്താവാം, പെട്ടെന്ന് എന്ത് സിറ്റുവേഷൻ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. ആക്രമിക്കുമ്പോൾ ഒരു ഹാംഫുൾ നേച്ചർ ഉണ്ടാവും. പെട്ടെന്ന് ഹോട്ട് ടെമ്പേർഡ് ആയ ആൾക്കാരൊന്നും കേൾക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ഇമോഷണലി ഭയങ്കര എന്താവും, ഈ ടെമ്പറുള്ള ആൾക്കാരാവാം. സോ ആ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അഗ്രഷൻ കടന്നു വരാം. അതുപോലെ ഒരു സിറ്റുവേഷൻ ആകാം, നമ്മൾ ഓരോ സാഹചര്യങ്ങളാവാം നമ്മളെ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ ഭയങ്കര എവിടെയെങ്കിലും പോകാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. ആ പോകാൻ വേണ്ടി നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ട്രാഫിക്കിൻ്റെ സമയത്തിൽ ആരെങ്കിലും നിങ്ങൾ ആ ട്രാഫിക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ടൈമിന് എത്തണം ആ സ്ഥലത്തേക്ക്, പക്ഷേ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു. ആ ബ്ലോക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഫീലാവും. പെട്ടെന്ന് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യെങ്കിൽ ഹോട്ട് ടെമ്പേർഡ് ആയ ആൾക്കാർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതുപോലെ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്തണം എന്നുള്ളത് നിങ്ങളൊരു പെട്ടെന്ന് ചെയ്യണം, ആ ടൈമിങ്ങിൽ എത്തണം. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ പിന്നെ ഭയങ്കര ഇറിറ്റേറ്റഡും നിങ്ങൾ എന്തൊക്കെയോ തെറിവാക്കുകൾ വിളിക്കുന്നുണ്ട്, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ആ സിറ്റുവേഷൻ നിങ്ങളെ കേറിയിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് സിറ്റുവേഷൻ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു അഗ്രഷൻ കടന്നു വരുന്നത്. ആ സമയത്ത് ഉള്ള അഗ്രഷൻ ഫീലിംഗ് അല്ലാണ് കറൻറ്റ് ഇൻറ്റേർണൽ സ്റ്റേറ്റ്. ആ സമയത്ത് നിങ്ങളെ ഇമോഷൻ എങ്ങനെ ആയിരിക്കും, അതാണ് നിങ്ങളെ കറൻറ്റ് ഇൻറ്റേർണൽ സ്റ്റേറ്റ്. ഈ ഒരു പേഴ്സണലാവട്ടെ സിറ്റുവേഷൻ ആവട്ടെ, അതാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതാണ് നിങ്ങളെ ഔട്ട്പുട്ട് സിറ്റുവേഷൻ. ദാറ്റ് ഈസ് സംടൈംസ് ഒന്നും നോക്കാതെ തിരിച്ചു കൊടുക്കും, വേഗം പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും, ഒന്നും ആലോചിക്കാതെ. എന്താണ് ആ സ്പോട്ട് ഇൻസിഡൻറ്റ്, ആരാണോ നോക്കാതെ, എന്താണ് നിങ്ങളെ മുന്നിൽ ഏതെങ്കിലും ഓഫീഷ്യൽസോ അങ്ങനെ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എൽഡേഴ്സ് ആവട്ടെ, ഒന്നും സിറ്റുവേഷൻ നോക്കാതെ പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് കൊടുക്കുന്ന ആക്ഷനാണ് ഇമ്പൾസീവ് action. That is the output reaction from the input. Okay, then appraisal and decision process. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം എന്താ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുന്നതാണ് ഡിസിഷൻ പ്രോസസ്സ്. ഒന്നെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ നിങ്ങൾ വിടുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളത് ആ സിറ്റുവേഷൻ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുന്നതാവാം. ദെൻ തോട്ട്ഫുൾ ആക്ഷൻ. ഇവ നിങ്ങൾ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾ ആ സിറ്റുവേഷനിലൂടെ എങ്ങനെയാണ് പതുക്കെ ഇറങ്ങിയിട്ട് ഇതാക്കുക, അല്ലെങ്കിൽ ഒന്ന് മാറിക്കൊടുക്കുക, ചിന്തിച്ചിട്ട് അധികം പ്രശ്നം ഉണ്ടാക്കേണ്ട വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് റിയാക്ട് ചെയ്യുന്ന തോട്ട്ഫുൾ ആക്ഷൻ. ഇവിടെ ചിന്തിക്കുന്നതാണ് ഡിസിഷൻ പ്രോസസ്സ്. വാട്ട് ടു ഡു, പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഇവിടെ സിറ്റുവേഷൻ. ഓക്കെ, അത് എങ്ങനെ എടുക്കുന്നത്, നിങ്ങളെങ്ങനെ ആ സംഭവം എടുക്കുന്നത്, നിങ്ങളെ ഇമോഷൻ ആ സംഭവം എങ്ങനെ എടുക്കുന്നതാണ് അപ്രൈസൽ ആൻഡ് ഡിസിഷൻ പ്രോസസ്സ്. So this is the general aggression model by Anderson and Busherman 2002.